ലൈക്ക് എനിക്ക് രണ്ടും സിനിമ ചെയ്യുന്നതാണെങ്കിലും സീരിയൽ ചെയ്യുന്നതാണെങ്കിലും എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് അഭിനയമാണ്. അത് എനിക്ക് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പുള്ളിയായിട്ട് ഭയങ്കര കമ്പനി ആവണം, പുള്ളി നല്ലൊരു കംഫർട്ട് സോണിലായിരിക്കണം എന്നാലൊക്കെ, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ അധികം ഒന്നും മിണ്ടത്തില്ല, അല്ലാതെ നമ്മൾ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ശ്രീറാമേട്ടൻ. പോസ്റ്റർ ഡിസൈനിങ് പഠിക്കണമെന്നുണ്ട്. പോസ്റ്റർ ഡിസൈനിങ് പഠിച്ച് സ്വന്തമായി കുറച്ച് പോസ്റ്റേഴ്സ് എൻ്റെ സ്വന്തം ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കസ്തൂരിമാരിലെ സെറ്റിലെ അനുഭവം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുതിയ വിശേഷങ്ങൾ എന്താ, ലോക്ക്ഡൗൺ ആയിട്ട് സത്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുതിയ വിശേഷങ്ങളൊന്നുമില്ല. കസ്തൂരിമാൻ കഴിഞ്ഞു, അങ്ങനെ വീട്ടിൽ തന്നെയാണ്. പുതിയ വർക്ക്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രൊജക്റ്റിൻ്റെ വർത്തമാനം കാര്യങ്ങളുമൊക്കെ നടക്കുന്നു. അടുത്ത തേർഡ് വേവ് വരുന്നേക്കാളും മുന്നേ തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഞാൻ ഇൻഡസ്ട്രി വിട്ട് പോകത്തൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പുതിയൊരു വർക്കുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു 10 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഞാൻ ആഡിലൂടെയാണ് സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് വന്നത്. ഫ്രാൻസിസ് ആൽക്കാസിൻ്റെ ആഡ് ചെയ്തു. അതിനുശേഷം വരുന്ന പിന്നെ ഏഷ്യാനിൽ കുഞ്ഞിക്കുൻ എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തു. പിള്ളേരുടെ സീരിയലായിരുന്നു. അങ്ങനെ വന്നു. പിന്നെ 10th ഒക്കെ ഇപ്പോൾ സ്റ്റഡീസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. 10th +1 +2 ഒക്കെ അങ്ങനെ തന്നെ പോയി. പിന്നെ സൂര്യയിലും ഒക്കെ ആയിട്ട് പ്രോജക്റ്റ് വന്നു. പിന്നെ അങ്ങനെ ചെയ്തു. പിന്നെ ഏഷ്യാനിൽ കസ്തൂരിമാൻ ചെയ്തു. അങ്ങനെയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണ് നിങ്ങളുടെ കസ്തൂരിമാനിലെ കാവ്യയായും ഇപ്പോൾ ഇരിക്കുന്ന ഈ റബേക്കയായും ആയത്. ഞാൻ കസ്തൂരിമാരിലെ സെറ്റിലെ അനുഭവം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു 3.5 കൊല്ലം ഞങ്ങൾ കസ്തൂരിമാൻ ഫാമിലി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ 15 ദിവസം വീട്ടിലും 15 ദിവസം ബാക്കി സെറ്റിലും ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ള ഈ 15 ദിവസം നമ്മൾ എല്ലാവരും ഒരേപോലെ വെച്ചാൽ രാവിലെ വരും, രാത്രി ഷൂട്ട് കഴിയുന്ന വരെ നമ്മൾ അവിടെ തന്നെയാണ്. ആകെ രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ബാക്കി നമ്മുടെ സെറ്റിൽ ഇപ്പോൾ യൂണിറ്റിലെ ചേട്ടന്മാരാണെങ്കിലും പ്രൊഡക്ഷനിലെ ചേട്ടന്മാരാണെങ്കിലും ക്യാമറയിലാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണെങ്കിലും എസ്പെഷ്യലി ശ്രീറാമേട്ടൻ നമ്മളൊക്കെ ലൈക്ക് ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ നമുക്ക് ഒരു മൊമെൻറ്റ് മാത്രമായിട്ട് എടുത്ത് പറയാനില്ല. കുറേ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. അതിൽ കുറേയൊക്കെ തന്നെ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് പറയും. ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന കാര്യമായിട്ടുള്ള ഡിസ്കഷൻ തുടങ്ങി അവസാനം മണ്ടത്തരങ്ങളിലേക്ക് എത്താറാണ് പതിവ്. അങ്ങനെ ഇന്നതായിട്ട് നമുക്ക് എടുത്തു പറയാനൊന്നും പറ്റൂല, അത്ര അധികം ഉണ്ട്. ഒരു 3.5 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നുള്ള എന്തോരം ഉണ്ടാവും എന്നുള്ളത്. എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് എനിക്ക് രണ്ടും സിനിമ ചെയ്യുന്നതാണെങ്കിലും സീരിയൽ ചെയ്യുന്നതാണെങ്കിലും എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് അഭിനയമാണ്. അത് എനിക്ക് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്, ചെയ്യാൻ ആഗ്രഹം ഇഷ്ടമാണെന്നുള്ള രീതി. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ സീരിയൽ ചെയ്യുന്ന സമയത്ത് വേറെ പാരലലി നമുക്കൊരു സിനിമയുടെ വന്നു. അപ്പോൾ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇനിയല്ല നമ്മളിപ്പോൾ നമ്മൾ സീരിയലുകാരോട് പറയുകയാണെങ്കിൽ എനിക്ക് 2 ദിവസം ബ്രേക്ക് തരണം അല്ലെങ്കിൽ ഇത്ര ദിവസം എന്ന് പറയുമ്പോൾ അവരാണെങ്കിലും നമ്മളെ മാക്സിമം നമ്മളെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഡേറ്റ് തരും അങ്ങനെ പറ്റുവാണെങ്കിൽ നമ്മൾ പോയി ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള ഒരു ജോലി തന്നെയാണ് അഭിനയം. എന്നെ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നതും കസ്തൂരിമാനിലെ കാവ്യ എന്നുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ വന്നതും സീരിയലിലൂടെയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നിയിട്ടില്ല. ഐ എം സോ ഹാപ്പി. ഞാൻ ഈ ഇരിക്കുന്നൊരു മൊമെൻറ്റിലാണെങ്കിൽ കൂടെ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് കാവ്യ എന്നുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ അങ്ങനെ ഭയങ്കര ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ആണെങ്കിൽ എൻ്റെ 10 days ഒന്നും എനിക്ക് പോകണമെന്നില്ല. എനിക്ക് 3-4 days അത് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോകാനാണ് എനിക്കിഷ്ടം. എസ്പെഷ്യലി ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പോൾ കൂടെ എൻ്റെ കസ്തൂരിമാൻ ടീമിൽ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ കൂടെ ഞാൻ റെഡി ആയിട്ട് ഞാൻ ഓടിച്ചാടി വരും. കാരണം അതെന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. അപ്പോൾ എവിടെ പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ ട്രിപ്പുകൾ, വലിയ അങ്ങോട്ടേക്ക് പോകണമെന്നില്ല. എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു രീതിയിൽ. ചിലപ്പോൾ ഒരു ഹൗസ് ബോട്ടായിരിക്കാം, ചിലപ്പോൾ ഈ അടുത്ത് വല്ല മൂന്നാർ വരെയോ അങ്ങനെ വല്ലതല്ല ആയിരിക്കാം. പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. ചിലവർക്ക് എനിക്ക് ആഗ്രഹം പാരീസിൽ പോകാനാണ് എന്ന് കരുതി എല്ലാവർക്കും പാരീസിൽ പോകാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷേ എനിക്ക് മാത്രമല്ല, എനിക്ക് എല്ലാവരും എൻ്റെ കൂടെയുള്ള എൻ്റെ കംഫർട്ട് സോണിലുള്ള എല്ലാവരും എൻ്റെ കൂടെ ട്രിപ്പിന് വരണം. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ ട്രിപ്പുകൾ എനിക്കിഷ്ടമുള്ളൂ. ടാറ്റു ലവർ ആണ്, 1-2
അതിനേക്കാളും കൂടുതൽ എനിക്ക് ചെറുത് ഭയങ്കര ചെറിയ ടാറ്റൂസാണ് ഇഷ്ടമുള്ളൂ. വലിയ ടാറ്റൂസൊന്നും എനിക്ക് ഇഷ്ടമില്ല, കുഞ്ഞു കുഞ്ഞു ടാറ്റൂസ്. ഞാൻ 10th കഴിഞ്ഞിട്ട് ഞാൻ കൊമേഴ്സാണ് എടുത്തത്, +1 +2. അത് കഴിഞ്ഞിട്ട് ഞാൻ BMS എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്തു, ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, സെൻറ്റ് ട്രീസാസ് കോളേജിലായിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് സെൻറ്റ് ട്രീസാസ് കോളേജിൽ തന്നെ PG കോഴ്സ് ചെയ്തു, ബിസിനസ് അനലിറ്റിക്സ്. അതും ഞാൻ ഈ കൊല്ലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സിംബയോസിസിൻ്റെ ഡിസ്റ്റൻസ് ലേണിംഗ് ഉണ്ട്, അതിൻ്റെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് MBA കൂടെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ MBA കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നു. അഭിനയമല്ലാതെ എന്ന് പറയാൻ എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ഒരു ഇതിൽ തന്നെ വരുന്നതാണ്. എന്നാലും ബിഹൈൻഡ് ദ ക്യാമറ ലൈക്ക് എനിക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ലൈക്ക് എന്താണ് അങ്ങനെയൊക്കെ തന്നെ ക്യാമറയൊക്കെ പഠിച്ചിട്ട് ക്യാമറ വുമനായിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെന്താ എഡിറ്ററായിട്ട്, എഡിറ്ററായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. പോസ്റ്റർ ഡിസൈനിങ് പഠിക്കണമെന്നുണ്ട്. പോസ്റ്റർ ഡിസൈനിങ് പഠിച്ച് സ്വന്തമായി കുറച്ച് പോസ്റ്റേഴ്സ് എൻ്റെ സ്വന്തം ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഒരു പോസ്റ്റർ ഡിസൈനറോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒരു മാസം വന്ന് ഇവിടെ ഇരുന്ന് പഠിച്ചോട്ടെ, എനിക്ക് പോസ്റ്റർ ഡിസൈനിങ് പഠിക്കണം എന്നുണ്ട്. അത് അങ്ങനെ അപ്പോൾ ആ പുള്ളി തന്നെ പറഞ്ഞു, നീ വായോ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ എഡിറ്ററോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ എഡിറ്റിംഗ് പഠിപ്പിക്കുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ബിഹൈൻഡ് ദ ക്യാമറ എല്ലാ വർക്കും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അംബിഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം എല്ലാവരും പറയും നമുക്ക് അഭിനയത്തിൽ നല്ല ഇതാവണം, സംഭവം അടിപൊളിയാവണം അങ്ങനെ. പക്ഷേ അങ്ങനെയല്ല, എനിക്കൊരു ഓൺട്രപ്രണർ ആവണം. ഓൺട്രപ്രണറിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഇതൊക്കെ കൊണ്ട് നടക്കണം. പിന്നെന്താ ഈ പോകുന്ന പോലെ തന്നെ ഹാപ്പി ആയിട്ട്. എന്നാലും നമ്മുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. നമുക്കൊരു ഒരു പോയിന്റിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ മറ്റടുത്തൊരു പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും മടി വരും. അതങ്ങനെയാണ്, നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. എന്നാലും വലിയ കുഴപ്പവും തട്ടലും മുട്ടലും ഇല്ലാതെ ഇതുപോലെയൊക്കെ തന്നെ പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഭയങ്കര വലിയ അംബിഷനൊന്നും ഇല്ല. ഇതൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു ഓൺട്രപ്രണർ ആവണം എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു അംബിഷനാണെന്ന് തോന്നുന്നു. വെരി ഫണ്ണി ക്വസ്റ്റ്യൻ. ശ്രീറാമേട്ടൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഞാൻ പുള്ളിനെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയും, പുള്ളി ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരാളെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഒരു 3-4 ഇയേഴ്സ് ബാക്ക് എങ്ങനെയായിരുന്നോ പുള്ളി അതുപോലെ അല്ല ഇപ്പോൾ, ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, പുള്ളി കൗണ്ടർ അടിക്കും കേട്ടോ, നന്നായിട്ട് കൗണ്ടർ അടിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തൊക്കെ കൗണ്ടർ അടിച്ച് കളയും. പക്ഷെ അതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുള്ളിയായിട്ട് ഭയങ്കര കമ്പനി ആവണം. പുള്ളി നല്ലൊരു കംഫർട്ട് സോണിലായിരിക്കണം, എന്നാലൊക്കെ. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ അധികം ഒന്നും മിണ്ടത്തില്ല, അല്ലാതെ നമ്മൾ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ശ്രീറാമേട്ടൻ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മിക്ക ദിവസങ്ങളും ചിലപ്പോൾ ഒരു സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 2 ദിവസങ്ങളിലൊക്കെ ഞാനും ശ്രീറാമേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് അറിയോ, ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ഷോട്ടിൽ അഭിനയിക്കാൻ വരുന്നു, ഷോട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അലമ്പാൻ തുടങ്ങുന്നു, ഞങ്ങൾ കത്തിയടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഫുൾ ടൈം അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബോറടിക്കുന്നു അങ്ങനെ ഒരു ഫീലില്ല. അതിന് ഒത്തിരി സംഭവം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം സീൻസ് മാത്രം പോയിട്ടുണ്ടെന്ന് പറയാം. എന്നാലും അങ്ങനെ ബോറടി ഒന്നുമില്ല. ഞാനാണെങ്കിലും പുള്ളി എന്നെ ഇട്ടിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളി എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരാറില്ല, ഞാൻ ഇറിറ്റേറ്റ് ചെയ്യാൻ പോകാറുള്ളൂ. ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും, അത് എനിക്ക് നിർബന്ധമാണ്. ഒരു ദിവസം ഒരു 3 ലിറ്റർ ഒക്കെ മാക്സിമം കുടിക്കാൻ ശ്രമിക്കും. പിന്നെ അങ്ങനെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല. എൻ്റെ ചെറിയ ഈ പറഞ്ഞ പോലെ ടാനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ തൈരും നാരങ്ങ നീരും കൂടെ അപ്ലൈ ചെയ്യും. കാരണം ഈ ഷൂട്ടിന് പോയി കഴിയുമ്പോൾ മിക്കവാറും ടാനായിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വരാറ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പൊടിക്കൈകൾ, മറ്റേ സ്ക്രബ് യൂസ് ചെയ്യും, അതുപോലത്തെ ഒക്കെ തന്നെ. അല്ലാതെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല ഞാൻ. വീട്ടിലെ വിശേഷം എന്ന് വെച്ചാൽ അപ്പ, അമ്മ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ചേച്ചിക്കൊരു ബേബി ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലൊരു പെറ്റ് ഡോഗ് ഉണ്ട്. അവനുള്ളതുകൊണ്ടാണ് പെറ്റ് ഡോഗ് ഉള്ളത് വെച്ചാൽ അവരൊക്കെ ചേച്ചിയൊക്കെ ബഹ്റിനിലാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് അവരെല്ലാം ബഹ്റിനിലാണ്. സോ വീട്ടിലാകെ അപ്പ, അമ്മ, ഞാൻ, പട്ടിക്കുട്ടി. അപ്പം ഞാനില്ലാത്ത സമയത്ത് എൻ്റെ അമ്മയ്ക്കൊരു ടൈം പാസ് അവനാണ്. പക്ഷെ ഞങ്ങൾക്ക് അവനൊരു പെറ്റ് ഡോഗായിട്ടോ ഞങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെ തന്നെയാണ്. ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും. അപ്പോൾ അവനുള്ളതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും ഒരു സമയം പോക്കാണ്. എനിക്കാണെങ്കിലും അവൻ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്താൻ തോന്നും. ഞാൻ അവനെ പോയി ശല്യപ്പെടുത്തും. അങ്ങനെയാണ് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സമയം പോകുന്നത്. അവനാണെങ്കിലും എന്നെ ശല്യപ്പെടുത്തും, ഞാനാണെങ്കിലും അവനെ ശല്യപ്പെടുത്തും. അങ്ങനെയാണ്. മോട്ടു എന്നാണ് പേര്, ഷിറ്റ്സു ആണ് ബ്രീഡ്. അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ പോണു. പ്രണയമുണ്ട്. പ്രണയം ഇല്ലാത്തവരാരാളുള്ളത്?
അങ്ങനെയല്ല. ഓക്കെ, എന്താണ്, ഞാൻ എൻഗേജ്ഡ് ആണ്. ഫിയാൻസിയുടെ പേര് ശ്രീജിത്ത് വിജയൻ എന്നാണ്, പുള്ളിയുടെ ഡയറക്ടറാണ്. 5 years ആയി, അറൗണ്ട് 5 years ആയി ഞങ്ങൾ എൻഗേജ്ഡ് ആയിട്ട്. എൻഗേജ്മെൻറ്റ് ലാസ്റ്റ് February 14th കല്യാണം ഈ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പുള്ളിക്ക് തന്നെ അറിയാൻ പാടില്ല എന്തുണ്ടാവും കല്യാണം എന്നുള്ളത്. അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പുള്ളി ഒരു പ്രൊജക്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ മാരേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ വിശേഷങ്ങളും എൻ്റെ സീരിയൽ സെറ്റിലെയും അതുപോലെ എൻ്റെ പ്രണയവും എല്ലാം നിങ്ങൾ അറിഞ്ഞത് കോഡെക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ പുതിയ ന്യൂസുകളും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി കോഡെക്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട, എന്നാലേ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, സൈൻ ഔട്ട്. ബൈ ബൈ. താങ്ക് യു.